സൗഹൃദത്തിൽ തുടങ്ങിയ സംഭാഷണങ്ങളാണ് അവസാനം രണ്ടുപേരും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു. ഷാനവാസിനോട് അനീഷ് ചോദിക്കുകയാണ്, കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ചോദിച്ചിട്ട് പറയുന്നു, ഇന്നലെ നീ എന്നോട് വന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ചതല്ലേ, നിവിൻ്റെ കാര്യമൊക്കെ അന്നേ എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തി, അപ്പം ഞാൻ നിനക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിന്നേ. അന്നേ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, ഷാനവാസ് എന്തെങ്കിലും ഇത് തെറ്റിക്കുകയാണെങ്കിൽ നമ്മൾ തമ്മിൽ ഇങ്ങനൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കില്ലെന്ന്. എന്നിട്ട് ഇപ്പോൾ എന്തിനാണ് ആദിലെ എടുത്തും നൂറെ എടുത്തും അത് വീണ്ടും ഇരുന്ന് സംസാരിക്കുന്നത്? നിവിൻ്റെ കാര്യം വിട്ട കേസല്ലേ, പഴയ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും സംസാരിക്കുന്നത് എന്തിനാണ്? അപ്പം നിങ്ങൾ തമ്മിൽ അച്ഛനും മക്കളും ഒക്കെ കാണിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കുന്നു, എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ എൻ്റെ സ്ഥാനം എന്താണെന്നാണ് അനീഷ് ഷാനവാസിനോട് ചോദിക്കുന്നത്. ഷാനവാസ് ഒന്നും മിണ്ടാതെ മൂളി കേൾക്കുന്നതേ ഉള്ളൂ, ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഷാനവാസിനോട് അനീഷ് പറയുന്നു, ഞാൻ നിന്നെ നോമിനേറ്റ് ചെയ്യാറുണ്ട്, പല പ്രാവശ്യവും നോമിനേറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നത്, അപ്പോൾ ഇന്നലെ നീ നോമിനേറ്റ് ചെയ്തു ഇല്ലേ? ഞാൻ ചെയ്തു, പെണ്ണുങ്ങളോട് അപമര്യാദയായി പെരുമാറുന്നെന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ നിന്നെ നോമിനേറ്റ് ചെയ്തത്. ഉടനെ ഷാനവാസ് പറയുന്നു, ഓക്കെ താങ്ക്സ് എടാ, നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ആ സംഭാഷണം നിർത്തുകയാണ്. അല്ല, എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അനീഷ് പുറകെ ചെല്ലുകയാണ്. എനിക്കിനി ഒന്നും സംസാരിക്കാനില്ല, നീ സംസാരിച്ച് കഴിഞ്ഞ് അന്നേരം അപ്പം നീ ഇന്നലെ സംസാരിച്ചേക്കാൻ ഞാൻ കേട്ടുകൊണ്ടിരുന്നതോ, ഇപ്പം എനിക്ക് സംസാരിക്കാനുള്ളത് നീ കേൾക്കണമെന്ന് പറഞ്ഞ് അനീഷ് ഷാനവാസിൻ്റെ പുറകെ പോവുകയാണ്. സാബുമോനും ലക്ഷ്മിയും നൂറയും എല്ലാം കൂടെ വന്ന് അവിടെ ഇരിക്കുകയാണ്, ഊഞ്ഞാലിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. അപ്പം ഷാനവാസ് അവരടുത്തോട്ട് പോകുന്നു. അപ്പം ഇവർ തമ്മിൽ തെറ്റിയെന്ന് മനസ്സിലായിട്ട് നൂറ പറയുന്നത്, ചില ആളുകൾ ഇങ്ങനെയാണ്, എപ്പോഴും ഇങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുമെന്ന്. അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നു, അപ്പം നിങ്ങൾ കാണിക്കുന്നത് തെറ്റല്ലയോ എന്ന് ചോദിക്കുന്നു. അപ്പം ലക്ഷ്മി പറയുന്നു, ബന്ധങ്ങൾ അവസാനിപ്പിച്ചാൽ മാന്യമായിട്ട് തന്നെ അത് അവസാനിപ്പിക്കണം, അതിപ്പോൾ ഒരു ഡിവോഴ്സ് ആണെങ്കിൽ പോലും എന്ന് പറയുന്നു. എൻ്റെ തെറ്റുകൾ ഞാൻ തിരുത്തുന്നു ലക്ഷ്മി എന്ന് ഷാനവാസ് പറയാം. ഞാൻ എന്തെങ്കിലും എൻ്റെ വായിൽ നിന്ന് അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ, ദേഷ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് തിരുത്താൻ തയ്യാറാണ്, ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു, നിന്നോട് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ലക്ഷ്മിയോട് ഷാനവാസ് പറയുന്നു. ലാലേട്ടൻ വന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കണമെന്നിരുന്നതാണ്, എൻ്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ തിരുത്തുന്നെന്ന് പറഞ്ഞപ്പം അനീഷ് ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഇന്നലെ വൈകിട്ട് വന്ന അത്രയും കാര്യങ്ങൾ എന്നോട് സംസാരിച്ചതെന്ന് അനീഷ് ചോദിക്കുന്നു. അപ്പം എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം.